കേരള ബ്ലാസ്റ്റേഴ്സ് വെറും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, നമ്മുടെ ഇവാൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ഫാൻസിന് വ്യക്തമായിട്ട് അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വരുന്ന മുമ്പ് എങ്ങനെയായിരുന്നു, ഇവാൻ വന്നു കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ളത്. തകർന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒത്തുചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവാൻ തന്നെയായിരുന്നു. സോ നിങ്ങൾ തമ്പനിയിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആസ് എ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഫെയിൽഡ് ആയോ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കുറേ പേരുടെ മൈൻഡിൽ കാണും നമ്മൾ പ്ലേ ഓഫിലേക്കൊക്കെ ക്വാളിഫൈ ആയില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക്ക്, നമ്മൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആണ്, നമുക്കൊരു മിനിമം ക്വാളിറ്റി വേണമല്ലോ എന്നൊക്കെ. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വീഡിയോ കാണുന്ന 85% ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിലെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 3 മേജർ പ്രോബ്ലംസ് ആയിരുന്നു. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയ ഗോൾ സ്കോറേഴ്സ് ഇല്ല. രണ്ടാമത്തത്, ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ല. മൂന്നാമത്തത്, ഇഞ്ചുറീസ്. എനിക്ക് ഉറപ്പാണ് ഞാൻ പറയുന്ന എല്ലാ പോയിന്റിനും ഒരു ആർഗ്യുമെൻറ്റ് ഉറപ്പായിട്ടും വരുമെന്ന്. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ കൂടെ തന്നെ ഈ വർഷം ISL പ്ലേ ഓഫ് കളിക്കാൻ പോകുന്ന 2 ടീമുകളാണ് മുംബൈ സിറ്റിയും അതുപോലെ മോഹൻ ബഗാനും എന്നുള്ളത്. മുംബൈ സിറ്റി ആട്ടെ ഈ വർഷം 37 ഗോളുകളാണ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത്. മോഹൻ ബഗാനാട്ടെ 41. മോഹൻ ബഗാൻ്റെ ടോപ്പ് 3 ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് അവരുടെ 3 ഫോർവേഡ് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അർമാൻഡോ സാഡിക്കു, കുമ്മിങ്സ്, അതുപോലെ ഡിമിട്രിയോസ് 10 ഗോള്, കുമ്മിങ്സ് 9 ഗോള്, അർമാൻഡോ സാഡിക്കു 7 ഗോള്. ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിസ്റ്റൻ കൊളാസോ 3 ഗോളും നമ്മുടെ ഡീബക് ടാങ്കിരി 2 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, അവർ ആരിലും ഡിപ്പെൻഡഡ് അല്ല. ഒരാൾ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ മറ്റൊരാളുണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ. നിങ്ങൾക്കത് ഈ ഗ്രാഫ് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മൾ കൺസിസ്റ്റൻറ്റ് ഗോൾ സ്കോറേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സിനെ പറ്റി കൂടെ പറയണമല്ലോ. സെയിം ടൈം നമ്മൾ മുംബൈ സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് 3 ഗോൾ സ്കോറേഴ്സ് വരുന്നത് ഫസ്റ്റ് വൺ പെരേര ഡിയാസ് 7 ഗോള്, പിന്നെ വിക്രം പ്രതാപ് സിംഗ് 7 ഗോള്, പിന്നെ നമ്മുടെ ചാങ്തെ 5 ഗോളാണ്. അതിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിപിൻ സിംഗും അതുപോലെ ഐക്കർഗിയാനോച്ചനെയും 3 ഗോള് വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാലും കറക്റ്റായിട്ട് മനസ്സിലാകും ഇവർക്കും കൺസിസ്റ്റൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ഒരു ടീമിൻ്റെ നെടും തൂണെന്ന് പറയുന്നതും. ഇനി ഇതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ടോപ്പ് സ്കോറർ ആരാ? നമ്മുടെ ഡിമിയാണ്, 13 ഗോള്. എന്നാൽ രണ്ടാമത് ആരാന്നറിയോ? നമ്മുടെ ലൂണയാണ്, അതും 3 ഗോളുകളുമായിട്ട്. അതിൻ്റെ താഴെ ഫെഡോർ 2 ഗോള്, സക്കായി 2 ഗോള്, മിലോസ് 2 ഗോള്, പിന്നെ ഡാനിഷ് ഫാറൂഖ് 2 ഗോള്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ സ്കോറേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാകും ഡിമി എന്ന താരത്തിൽ നമ്മൾ എന്തുമാത്രം ഡിപ്പെൻഡഡ് ആണെന്നുള്ളത്. നമ്മൾ മോഹൻ ബഗാനെ കണ്ടുപോലെയും മുംബൈ സിറ്റി കണ്ടുപോലെയും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഓക്ക് ബച്ചെ മെസ്സിയുടെ സീസൺ എടുത്താലും അല്ലെങ്കിൽ അൽവാറോ വാസ്കസ് പെരേര ഡിയാസ് സീസൺ എടുത്താലും 2 പേരെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടീമിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഇല്ലെങ്കിൽ ഒരു ടീം സ്ട്രഗിൾ തന്നെ ചെയ്യും. ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വെറും 29 ഗോളാണ് ഈ സീസണിൽ മൊത്തം സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ 41 ഗോളും അതിൻ്റെ മുകളിൽ മുംബൈ സിറ്റി 37 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സിന് 50% ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡിമി എന്ന ഒറ്റ പ്ലെയറിൽ നിന്നാണ്. ഇപ്പം മനസ്സിലായില്ലേ ഒരു പ്ലെയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമാത്രം അബദ്ധം ആണെന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം അറിഞ്ഞുകൊണ്ട് ഡിപ്പെൻഡ് ആകുന്നില്ല, നമ്മുടെ അവസ്ഥ അങ്ങനെയാണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ പറയണമല്ലോ. രണ്ടാമതായി നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഒന്നെങ്കിൽ കൺസിസ്റ്റൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഇല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് എന്നുള്ളത്. നമ്മൾ മോഹൻ ബഗാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമിട്രിയോസ് അതുപോലെ അർമാൻഡോ സാഡിക്കു, കുമ്മിങ്സ് ഇവർ 3 പേരുമാണ് അവരുടെ ഗോൾ സ്കോറിംഗ് സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിലും ഇവർ 3 പേരും കൺസിസ്റ്റൻ്റായി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യൻ പ്ലേയേഴ്സിൽ അധികം ഡിപ്പെൻഡഡ് അല്ല ഗോൾ സ്കോറിങ്ങിൽ. ഇതാണ് മോഹൻ ബഗാന് വേണ്ടി ഈ സീസണിൽ ഗോൾ അടിച്ചവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 83% അവരുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ഫോറിൻ പ്ലേയേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ബാക്കി മാത്രമാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഒരു ടീമിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതാണ്. ഇതേസമയം നമ്മൾ മുംബൈ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അവർ ഫോറിൻ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിലാണ്.
മുംബൈ സിറ്റി ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ 5 പേരാണ്. എന്ന് വെച്ചാൽ ഏകദേശം 60% ഗോൾ കോൺട്രിബ്യൂഷൻ അവർക്ക് ഇന്ത്യൻ പ്ലേയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഗിയാറോച്ചാനെ 3 ഗോളും നമ്മുടെ പെരഡിയാസ് 7 ഗോളുമാണ് ഫോറിൻ പ്ലേയേഴ്സിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിലാണ് ഇവർ കൂടുതൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. ആരാണെങ്കിലും എന്നാ ഗോൾ അടിച്ചാൽ പോരെ, ഡിഫറൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഉള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഇത് എടുത്തു പറയാൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ 88% ഗോൾ കോൺട്രിബ്യൂഷൻ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡാനിഷ് ഫാറൂഖിന്റെ 2 ഗോളും നമ്മുടെ വിപിൻ മോഹനിന്റെ 1 ഗോളും മാത്രമാണ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഈ വർഷത്തെ ISL സീസണിൽ. ഡിഫറൻറ്റ് ഗോൾ സ്കോറേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ ഈ സീസണിൽ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. ഇപ്പോഴും കുറേ ഫാൻസ് ഡിഫെൻഡ് ചെയ്യുന്ന കാണും. അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ISL തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചാങ്തി അല്ലേ, പിന്നെ ഇന്ത്യൻ ആരോസിന് വേണ്ടി തിളങ്ങിയിട്ടുണ്ടായിരുന്ന വിക്രം പ്രതാപ് സിംഗ് അല്ലേ, പിന്നെ ലിസ്റ്റൻ കൊളാസോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. എന്നാൽ അതൊക്കെ ചുമ്മാ തർക്കിക്കാൻ വേണ്ടി പറയാനേ ഉള്ളൂ. കാരണം നമുക്ക് ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ലായിരുന്നു. I-ലീഗ് ടോപ്പ് സ്കോറായിരുന്ന വിദ്യാസാഗർ സിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ അപ്കമിങ് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഇഷം പണ്ഡിത് നമുക്കുണ്ട്. അതുപോലെ വൺ ഓഫ് ദ സ്പീഡി പ്ലേയേഴ്സായ നിഖിൽ സുധീഷ് ഉണ്ട്. അതുപോലെ നമ്മുടെ രാഹുൽ KP ഉണ്ട്. സോ ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, പെർഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഇഞ്ചുറി എന്നുള്ളത്. നമുക്കറിയാം ഏകദേശം 18ഓളം ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെപ്തിൽ കൊണ്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലൂണയുടെയും അതുപോലെ പെപ്പരയുടെയും ഇഞ്ചുറി ആയിരുന്നു. ഇഞ്ചുറിക്ക് മുമ്പ് പെപ്പരെ 2 ഗോളുകളും 1 അസിസ്റ്റുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൂണയായിട്ട് 3 ഗോളുകളും 4 അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന ഡിസംബറിലെ സെക്കൻഡ് സെഷൻ ഓഫ് ISL തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. നമ്മുടെ പെപ്പരയ്ക്ക് സൂപ്പർ കപ്പിൻ്റെ സമയത്തും അതുപോലെ ലൂണയ്ക്ക് നമ്മുടെ ഡിസംബറിന് തൊട്ട് മുമ്പും. ലൂണ ഇല്ലാതെ നമ്മൾ 2 കളി ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഡിസംബറിന് മുമ്പെന്ന് നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും. നമ്മൾ ഡിസംബറിന് മുമ്പ് 17 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 ഗോളുകളെ കൺസീഡ് ചെയ്തിട്ടുള്ളായിരുന്നു. എന്നാൽ ഡിസംബറിന് ശേഷം 12 ഗോളുകൾ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. 18 ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും റീപ്ലേസ്മെൻറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഐബൻ ഇഞ്ചുറി പറ്റിയപ്പോൾ നമുക്ക് നവോച്ച സിംഗിനെ കിട്ടി. സച്ചിൻ ഇഞ്ചുറി പറ്റിയപ്പോൾ കരൺജിത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ലൂണയ്ക്കോ ഇഞ്ചുറി പറ്റിയപ്പോൾ നമുക്ക് കറക്റ്റ് റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. സക്കായോ ഫെഡോറും നല്ലപോലെ തന്നെ കളിക്കുന്നുണ്ടെങ്കിലും, എന്ന് വെച്ചാൽ എടുത്ത് തന്നെ പറയണല്ലോ, നല്ലപോലെ കളിക്കുന്നുണ്ടെങ്കിലും ലൂണയുടെ അത്ര ഒരു എഫിഷ്യൻ്റ് ആയിട്ട് മിഡ്ഫീൽഡ് മാനേജ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഫെഡോർ ഫോർവേഡായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റിന് പരിക്ക് പറ്റിയോണ്ട് തന്നെ. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിലെ മേജർ 2 ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ലൂണയും അതുപോലെ ഡിമിയുമാണ്. സോ ലൂണയ്ക്ക് ഇഞ്ചുറി പറ്റിയ ശേഷം ആ ഒരു പൊസിഷൻ ആർക്കും തന്നെ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയ ഗോൾ സ്കോറേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചില്ല. കൺസിസ്റ്റൻ്റ് ആയ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത്രത്തോളം ഇഞ്ചുറികൾ വന്നിട്ട് ചില പൊസിഷനിലേക്ക് കറക്റ്റ് റീപ്ലേസ്മെൻറ്റുകൾ കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾ തന്നെ പറ, ആസ് എ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എങ്ങനെയായിരുന്നു? ഫെയിൽഡ് ഓർ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടാലാകെ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.